വീട്ടിൽ പോയി റേഷൻകാരെ എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ആനുകൂല്യം കിട്ടുള്ളൂ. നിന്റെ ഒറ്റപ്പന്റെ 10 വയസ്സിൽ സമയത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ മീൻ വെക്കണം. അപ്പൊ ഞാൻ പോട്ടെ, സൂക്ഷിച്ചിട്ടോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ സിസ്റ്റർ കൊടുത്തോളൂ. ഇത് തേക്കണോ? ഓഹോ, പുരുഷന്മാരെ പുച്ഛമാണ് പുച്ഛം. പുരുഷന്മാരെ പ്രസവാർത്തില്ല, അറിയാമോ? പുരുഷന്മാരുടെ പുച്ഛം. ഗവൺമെന്റ് മൊട്ട കിട്ടും, പാൽ കിട്ടും, ബ്രെഡ് കിട്ടും. ഇപ്പൊ അവർക്കൊന്നും ബ്രെഡില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, ഒന്നിച്ചേർക്കണം. നിങ്ങൾ ഒന്നിച്ചേർക്കുന്ന കാര്യമല്ല, വേറെ പേഷ്യന്റിന്റെ കൂടെ ഈ പേഷ്യന്റ് ബ്ലഡ് ഷെയർ ചെയ്യണോ? അത് ഏത് സർക്കാർ ആശുപത്രി? ഇവിടെ ഇത്ര ഫെസിലിറ്റീസ് തന്നെ ഉള്ളു. വേണമെങ്കിൽ എന്നാ പിന്നെ ആ പേഷ്യന്റെ കൂടെ പോയിട്ടോ. എനിക്കൊരു ബാത്റൂമിൽ അങ്ങോട്ടും പുരുഷന്മാർക്ക് പ്രവേശനമില്ല. കിടത്താവോ? അയാളൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ. തുളസി, 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 അവസാനം നിങ്ങളെ കാണാമെന്നല്ലേ? എന്താ അവസാനം നിങ്ങളെ കാണാമെന്നല്ലേ? ഒരു വളം വാങ്ങാൻ ഞാൻ ഇപ്പോഴും അത് ശരി. നീ കല്യാണം സൂചിച്ചു കിടക്കുമ്പോ ഞാൻ കല്യാണം കഴിക്കാൻ കാട്ടുന്ന അമ്മൊന്നും പ്രേമായിരുന്നു, അമ്മൊന്നും കല്യാണം കഴിക്കായിരുന്നു എന്റെ പെണ്ണുകൾ പറയരുത്. അവക്കാടെ പ്രഷർ ഷുഗറൊക്കെയുള്ള എനിക്ക് പ്രഷറും ഷുഗറെല്ലാം ഉണ്ട്. അത് അവളെ താലത്തിൽ അതൊന്നും പറയരുത്. പക്ഷെ
നിന്റെ കെട്ടിയവരെന്തി? അയ്യോ എന്റെ ചേട്ടൻ ഇപ്പൊ വീട്ടിൽ പോയി ഇപ്പൊ വരും. അയ്യോ, ആ കാലമാണ്. നിനക്കറിയാമോ, കല്യാണം തലേന്ന് നിന്നെ വിളിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനൊന്ന് വന്നു നിന്റെ വീട്ടുകാരങ്ങനെ തെങ്ങ കെട്ടിട്ട് തല്ലിയില്ലേ? ആ. അന്നേരം അങ്ങനെ മൂക്കിന്റെ അടുത്തത് കാണാം. എന്തായാലും ആവശ്യമായി വിളിച്ചാൽ ചേച്ചി എന്തായാലും പറയാൻ ആൾക്കാരല്ല. ചേച്ചി വീടിന്റെ പേര് ഈ സൈസ് മുഖമുള്ളതൊക്കെ കിട്ടിയാൽ എവിടെ വീട്? കൊല്ലം. ആണല്ലേ? അപ്പൊ ചേച്ചിയാണ് കൊല്ലം ദോശ. ഇത് കൊല്ലത്ത് കേരളത്തിൽ വെച്ചാൽ അതിന് അങ്ങ് പോകുന്നത് അങ്കന്മാരുടെ തൊട്ട് പോലുള്ള ഭൂമിയിൽ മറ്റുള്ള ചൂടുണ്ടല്ലേ? വിശക്കുന്നു. ഞാൻ കഞ്ഞി വന്നിട്ടില്ല. ഈ സമയത്ത് കഞ്ഞി വയ്ക്കാൻ പോകുന്നത് പെട്ടെന്ന് വരണേ. പെട്ടെന്ന് കഞ്ഞി വാങ്ങിക്കാൻ പോകും. കഞ്ഞി വന്നിട്ട് മറ്റൊന്ന് ഡെലിവറിയാണോ ചേച്ചിക്ക്? എനിക്ക് 2 ദിവസം കഴിയും. അതെ അല്ലേ? അല്ല പൈസ ഇരിക്കുന്നത് ആ ഞാൻ ആരുടെ ടെൻഷനിലാടാ കേട്ടോ. ഓക്കെ വെച്ചോട്ടെ. ഓക്കെ ആ ശരി എഴുതി നമുക്ക് അതെ സിസ്റ്റർ പറഞ്ഞു ബെഡ് ഷെയർ ചെയ്യാൻ സ്ഥലമില്ലാത്ത ചേച്ചിയുടെ ഭർത്താവാ? എന്താ പേരുന്നത്? ചന്ദ്രിക. ഓ എനിക്കൊരു കമ്പനിയിലാണ്ട് ചേട്ടന് പറയുന്നുണ്ടായിരുന്നു കമ്പനിയൊന്നും ഇല്ല. അതെ കമ്പനിയൊന്നും വേണ്ട. ചേട്ടൻ വീട്ടിൽ പോയി അവിടെ തന്നെയാണ്. അതെ ചേട്ടൻ പോയി എന്റെ തുണിയെല്ലാം പുറത്തെടുത്ത മഴ വീട്ടിൽ വരുമ്പോ ഇത്തിരി അയൽക്കാർ കൊണ്ടുവന്നില്ല അതിന് ദേഷ്യക്കാർ ചേട്ടൻ ഈ സമയത്ത് പോകരുത് പറഞ്ഞവളാ അതൊക്കെ ഇന്നത്തെ എന്റെ ചേട്ടന് വേറെ കമ്പനിയൊന്നുമില്ല. വൈകിട്ടേക്ക് വിളിക്കാനോ ഞാനിന്ന് പോകൂല. ആ എന്താ പണിക്ക് വരാൻ ഇവിടെ പൈപ്പ് അട്ടിട്ടായി ഇല്ല. അടുത്ത ആഴ്ച ഡേറ്റ് പറഞ്ഞ ഞാനൊരാഴ്ച ഞാൻ ഉണ്ടാവില്ല. ഓക്കെ ശരിയാ തന്നെ. ശശിയേട്ടാ പോയി അയ്യോ പന്നിയില് ഉപ്പ് വാങ്ങിക്കാൻ മറന്നു പോയത്. ആ കുഴപ്പമില്ല. ഞാൻ എന്റെ പരിചയപ്പെട്ടോളാം. എഴുതി ആരെ സിസ്റ്റർക്ക് കൊടുത്തില്ല. കൊടുത്തിട്ടോ? പുതിയതാ? ഇപ്പൊ ഞാൻ കഞ്ഞി വാങ്ങാൻ പോയത് ബംഗാളിനാണ്. പുള്ളിക്ക് ഈ ചെക്കനായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് പിടിച്ചു 3 മിനിറ്റ്. നമ്മൾ നേരെ നേരെ ഒന്ന് നോക്കിയോളൂ. അപ്പൊ തന്നെ സൂക്ഷിക്കണ്ടേട്ടാ. ആ സൂക്ഷിക്കാം. അതിന് വേണ്ടിട്ടല്ലേ വെച്ചേക്കണം. ബാത്റൂമോ എനിക്ക് വെള്ളം ഞാൻ ഒരുപാട് കുടിക്കുന്നല്ലേട്ടാ. എപ്പോഴാ തന്നെ ആർക്കറിയാം. എന്തുകൊണ്ടാ പോലെ പോയോ പോയി പോയോ നിന്നു വന്നേ പോയോ കിട്ടിയോ പോയോ പോയി ഒരു സിസ്റ്റർ വരും സിസ്റ്റർ പണ്ടിങ് വരും. ദൈവമേ
ഏതെങ്കിലും ഒരു അവിടെ ഈ ഗർഭിണിയോട് ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ കേട്ടില്ല. നീ എന്നെ പറഞ്ഞ നമുക്കൊരു ബന്ധമില്ലാത്ത പെണ്ണുമായിട്ട് നമ്മൾ എന്തിന് സഹായിക്കാൻ പോകാം? ആവശ്യമുള്ള പ്രശ്നത്തിൽ പോലും സഹായിച്ചേ ഒരാളെ പോലെ നിന്ന് പെങ്ങളെ സഹായിക്കും. പിടിക്കും എന്നെ കൊണ്ട് പറ്റുന്നില്ല. കയ്യും കാലും പെരുത്തു കഴിഞ്ഞു. ഇവിടെ വെച്ച കല്ലുണ്ട്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും കാണാം. ഹലോ മിസ്റ്റർ ഞാനിപ്പോ ചായ കൂടി നമുക്ക് ഞാൻ സത്യസന്ധം നല്ലതെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ശരിക്കും നിന്റെ ഉള്ളിലൊന്നും ഞാൻ പുറത്ത് പറയുക. ഞാൻ നിനക്ക് ചുമ്മാ തെറ്റിദ്ധരിച്ചിരുന്നില്ല. അത് പറയാൻ സമ്മതിക്കോ? നീ കാത്തോന്നിക്കോല്ല പറയാൻ സുഖമായില്ലോ. പ്രശ്നമുള്ള 100 വട്ടം 2 വട്ടം
എനിക്ക് പെടുമാ ഞാനെന്ത് എന്തെങ്കിലും പറയുന്നല്ലോ ചെയ്യുന്നത്. അതൊക്കെ ഇത്രയൊക്കെ കേട്ടിരിക്കും. ആ കുട്ടിയുടെ ഭർത്താവിന് സംശയമാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്റെ ചേട്ടനോട് സംശയം.